നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിന്റെ റിവ്യൂയിലേക്ക് നമുക്ക് കിടക്കാം. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നലെ ബിഗ് ബോസ് ഹൗസിൽ കരിഞ്ഞ ദോശയുടെ ഒരു മേളയായിരുന്നു. ഈ അനുവിന് എന്താ മോളെന്ന് പറയുന്നത്, അനുവിന് എന്താണ് ഇവളുടെ പ്രശ്നം? അവിടെ എത്ര ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കണം? അവർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കട്ടെ. ഇതിനു മുമ്പ് അവള് ഇതുപോലെ റെനേനെ അവള് ഓടിച്ചിട്ടുണ്ട്. നീ അത്ര തിന്നാ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഓടിച്ചിട്ടുണ്ട്. ഇന്നലെ അവളുടെ തനി സ്വരൂപം ഇന്നലെ അവള് മയ്യയുടെ വീട്ടിലുള്ളവരെ അടുത്ത് പുറത്തെടുത്തു. അവള് 4 കരിഞ്ഞ ദോശ ഉണ്ടാക്കി. ചില ദോശ ചെറുത്, ചില ദോശ വലുത്. എന്നിട്ട് പറയണ്, നിങ്ങളൊക്കെ 2 ദോശ തിന്നാ മതി, നിങ്ങൾക്കൊക്കെ അതിന്റെ ആവശ്യമുള്ളൂ. നിങ്ങളിവിടെ കൂലിപ്പണിക്കൊന്നും പോകുന്നില്ലല്ലോ, വെറുതെ അവിടെ വന്നിരുന്ന് പാചകം അടിച്ച് ആൾക്കാരെ നെഞ്ഞത്ത് കയറലല്ലേ നിങ്ങളുടെ പണി. നിങ്ങൾക്ക് 2 ദോശ തിന്നാൽ മതി. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ ചെന്ന് സാമ്പാർ നോക്കി. ഇത് സാമ്പാറാണോ? തൃശ്ശൂർ ഒഴിച്ചാൽ തിരുവനന്തപുരത്ത് എത്തും. അമ്മ അതിലുള്ളൊരു സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവൾക്ക് തോന്നിയ പോലെയാ ഭക്ഷണം. നിങ്ങൾ ആ ഷാനവാസിനെ നോക്ക്, അതുപോലെ നിങ്ങൾ ആ അപ്കറിനെ നോക്ക്. ഇവർക്കൊക്കെ അവരൊക്കെ ആരോഗ്യത്തിന് ഈ 2 കരിഞ്ഞ ദോശ തിന്നിട്ട് ഇവരെങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ ജീവിക്കും? പിറ്റേ ദിവസം കക്കൂസലി എന്നിരുന്നു കഴിഞ്ഞാൽ തൂറാനെങ്കിൽ എന്തെങ്കിലും വേണ്ടേ? ക്ലോസറ്റ് പറയേറ്റ് പോടാ അവിടെ നിന്ന് എന്നെ മാനക്കെടുത്താണ്ട് തൂറാവൊന്നും ഇല്ലാണ്ട് വെറുതെ വന്നിരിക്കുക എന്ന് പറയും. ഈ ബിഗ് ബോസാണ് ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, ബിഗ് ബോസിന് സാധനങ്ങൾ കൊടുക്കുന്നത്. ഇവളുടെ വിചാരം എന്താണ്? ഇവള് പോയി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഇവള് കൊണ്ടുവന്നിട്ട് ഇവർക്കൊക്കെ തീറ്റി പോയിട്ടാണ്. അപ്പോൾ ഇവളവിടെ ചെന്നിരുന്നിട്ട് പറയുന്നുണ്ട്, എനിക്കത് വേണം, എനിക്കത് വേണം. ഞാനിവിടെ ഉള്ളവരെല്ലാവരും നല്ല ഫുഡ് കൊടുത്ത് ഇവരെല്ലാവരും സഹായിച്ചു, ഇവരൊക്കെ സന്തോഷിപ്പിച്ചു. ഇവർക്ക് എന്തോരം ചിക്കൻ കൊടുത്തു, ഇവർക്ക് ചിക്കൻ കാല് കൊടുക്കും, ഞാൻ മറ്റത് കൊടുക്കും, മറിച്ചത് കൊടുക്കും. ഇവർക്കൊക്കെ അളവില്ലാണ്ട് കൊടുത്തതിനുള്ള കൂലി എനിക്ക് കിട്ടിയേ. ഓ, ഈ ചിക്കൻ നീ നിന്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ലേ? നിന്റെ അച്ഛൻ സമ്പാദിച്ച് കൊണ്ടുവന്ന കാശ് കൊണ്ട് നീ ബിഗ് ബോസുകാരെ കൊണ്ടുവന്ന് ഊട്ടല്ലേ? എന്തിനാ മോളെ ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ പറയുന്നത്? ഇത് ബിഗ് ബോസ് തരണ ഭക്ഷണമല്ലേ? അവിടെ ആവശ്യക്കാർക്ക് ആവശ്യത്തിന് കൊടുക്കുക. 2 ദോശ കൊടുക്കുന്ന ആൾക്കാർക്ക് 2 ദോശ മതി. ആ രേണുവിനൊക്കെ ആകെ 1 ദോശയുടെ പകുതി മതി, അത് ജീവിച്ചോളും. അതുപോലെ തന്നെ ഈ നമ്മുടെ ആര്യൻ, അതുപോലെ തന്നെ ഷാനവാസ്, അപ്കർ, ഇവരൊക്കെ 2 ദോശ തിന്ന് ജീവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ഒരു അറ്റാക്ക് രോഗിയല്ലേ ഈ ഷാനവാസ്? എന്തെങ്കിലും നേരത്തിന് കൊടുക്കുകയോ അതും ചെയ്യില്ല. പിന്നെ അവൾക്ക് തോന്നിയ നേരത്തെ ഞാൻ നന്നായി ടേസ്റ്റിൽ ഭക്ഷണം ഉണ്ടാക്കണ കാനാണ് സമയം വയ്ക്കണമെന്ന്. ഇമ്മാതിരി കള്ളത്തരങ്ങളും ഇമ്മാതിരി കാര്യങ്ങളൊക്കെ ചെയ്താൽ നിനക്ക് ആർക്കാ നിന്നെ പുറത്ത് നിന്നെ ഇഷ്ടപ്പെട്ട? അതിൻ്റെ ഉള്ളിലുള്ളവർ നിന്നെ ഇഷ്ടപ്പെടില്ല. ചെകുത്താന്റെ മുമ്പിൽ കുരിശ് കാണിക്കുന്ന പോലെ നിന്നെ അവർക്ക് കാണുന്നത്. അതുപോലെ തന്നെയാണ് ചെകുത്താന്റെ മുമ്പിൽ കുരിശ് കാണിക്കുന്ന പോലെ നിന്നെ കാണുന്ന പ്രേക്ഷകർക്ക് നിന്നെ കാണേണ്ട വരുമല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ TV ഓൺ ചെയ്യുന്നത്. നിന്നെ കാണുമ്പോൾ തന്നെ അത്തച്ചകൃത്യ. ഈ ഓണത്തിന് നിന്റെ മുഖം കാണാണ്ടിരിക്കാൻ നല്ലത്. നീ അമാതിരി വൃത്തികേടാ നീ ചെയ്യുന്നത്. 2 ദോശ തിന്നിട്ട് പറയാം നിങ്ങൾ അത് തിന്ന് ജീവിച്ചാൽ മതി, നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമുള്ള, നിങ്ങൾ കൂലിപ്പണിക്കൊന്നും പോകണില്ലല്ലോ, നിങ്ങൾ ഇവിടെ വെറുതെ ഇരിക്കുകയല്ലേ. ഇന്നില്ലെങ്കിൽ ഇത്രയും വലിയ ടാസ്കുകളും കളികളൊക്കെ കൊടുക്കണ്ടേ? ഒന്നുമില്ലെങ്കിൽ വായിൽ വർത്താനം പറയണ്ടേ? ഉമിനീരെങ്കിലും വരണ്ടേ? എങ്ങനെയാണ് ഒരാൾ സാമ്പാർ ഉണ്ടാക്കുക? രസം ഇത്രയും കട്ടി കുറച്ചുണ്ടാക്കില്ല നമ്മൾ, അതിനേക്കാളും കഷ്ണം പിന്നെ മുങ്ങി തപ്പിയ പോലെ ഒരു കഷ്ണം നിന്ന് കിട്ടില്ല. ഇങ്ങനെയുള്ള ഭക്ഷണം വെച്ച് കൊടുത്തിട്ടാണ് ഇവിടെ ഒരു ബലവീര്യം പറയണത്. ഇതൊക്കെ പോട്ടെന്നേക്ക് ഇന്നലെ 2 കൂടി ജയിലിലാക്കി. നമ്മുടെ പാവം ഇസേലിനെയും ഇവളെയും കൂടി ജയിലിലാക്കി. ആ ഇസേൽ ഇപ്പോഴും പറയണതാണ്, ഇവളെ കാല് പിടിച്ച് പറയാ, നീ ഒരു കാരണവശാലും നീ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയല്ല. ഞാൻ ഒരാളെ ഉമ്മ വെച്ചിട്ടില്ല, ഞാൻ ആരിനും ഉമ്മ വെച്ചിട്ടില്ല, കിസ് ചെയ്തിട്ടില്ല. എൻ്റെ അച്ഛൻ മരിച്ചു പോയതാണ്, എനിക്കെല്ലാം എൻ്റെ അമ്മയാണ്. ഇന്ന വരെ ഞാൻ അമ്മേനെ വിളിച്ച് ഒരു സത്യം ചെയ്യാറില്ല. നിന്റെ അടുത്ത് ഞാൻ അതും ചെയ്യുന്നു. എൻ്റെ അമ്മയാണ് സത്യം, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഈ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യുമോ? ഒരമ്മേനെ പിടിച്ച് സത്യം ചെയ്യുമോ? നീ ഒന്ന് മനസ്സിലാക്ക്. നീ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയണത്. എത്ര സമയമായി ഞാൻ നിന്നോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്. നീ നിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ എന്നെ തുറച്ച് നിൽക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത്, എൻ്റെ അമ്മയാണ് സത്യം. ഞാൻ അങ്ങനെ ആരും കിസ് ചെയ്തിട്ടോ ഉമ്മ വെച്ചിട്ടോ അങ്ങനെ ഒരു വിചാരം പോലും എൻ്റെ മനസ്സിൽ ഇല്ല. അത് നീ മനസ്സിലാക്ക്. അങ്ങനെ വിചാരിക്കാൻ പറ്റിയൊരു സ്ഥലമല്ല അത്. നമുക്കൊക്കെ വികാരങ്ങളും വിചാരങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതൊന്നും വരുത്താനും അങ്ങനെ ചിന്തിക്കാനും പറ്റിയ ഒരു കാലാവസ്ഥ ഒന്നുമല്ല ഇവിടെ. ഇവിടെ ആകെ ഭൂകമ്പം നടക്കുന്ന സ്ഥലമാണ്. എപ്പോഴാണോ ഒരാളെ നിന്ന് നമുക്ക് അറ്റാക്ക് വരിക, എപ്പോഴാണ് നമ്മളൊരാൾ കുറ്റം പറയുക, എപ്പോഴാണ് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ഒരാൾ പറയാമെന്നുള്ള പേടിച്ചിരിക്കുന്ന സമയത്ത് ആർക്കും കമ്പിയായിരിക്കില്ല. അത് ജിസേൽ പറഞ്ഞല്ല, ഞാൻ പറയണതാണ്.
അവിടെ മാനസിക സമ്മർദ്ദം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ ഇടയിൽ ആർക്കാണ് ഈ സാധനം പൊന്തുക? അതിലെ വല്ല ആർക്കാണ് ഈ പെണ്ണുങ്ങൾക്ക് കമ്പിയാവുക? ഇതിനൊക്കെ ഒരു സമയവും സാഹചര്യമൊക്കെ ഉണ്ട്. ഇത് രാത്രി കിടന്നുറങ്ങണ തന്നെ പാതിരയ്ക്ക് കിടന്നുറങ്ങണത്. അതും നാളെ കളിക്കാൻ പോകുമ്പോൾ നാളെ നേരം വെളുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ടാസ്കുകളാണ് തരിക, ആരൊക്കെയാണ് എന്തൊക്കെയാണ് പറയാന്നുള്ള ടെൻഷനിലാണ് എല്ലാവരും കിടന്നുറങ്ങണത്. ചിലർക്ക് ഉറക്കം തന്നെ ഇല്ല, പകൽ ഉറക്കമില്ല. പകൽ ഉറങ്ങി കഴിഞ്ഞാൽ അപ്പം പട്ടി കുറയ്ക്കും. ഇങ്ങനെ എത്ര പ്രാവശ്യം പട്ടി കുറച്ച് അവരുടെ ഭക്ഷണം പോയിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കിസ് ചെയ്യാൻ ചെന്ന് തോന്നുന്നു. ഒരു കിസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുട്ട് കിട്ടാനാ, എന്ത് ആനന്ദം കിട്ടാനാ, എന്തൊരു സുഖം കിട്ടാനാ? ഒരു ചുക്കും ചുണ്ണാമ്പും തേങ്ങയും കിട്ടാൻ പോണില്ല. അത് മനസ്സിലാക്കാണ്ട് വെറുതെ വൃത്തികെട്ട മനസ്സായിട്ട് വന്ന് ബിഗ് ബോസിയെ വന്നിട്ട് കിടന്നിട്ട് അലമ്പുണ്ടാക്കുക. ഇതന്നെയാണ് ഈ കളി. ഇന്നലെ തൊപ്പിക്കളി കടന്നു. അപ്പോൾ അതവിടെ കിടക്കട്ടെ. ജയിലിൽ വെച്ചിട്ട് ആ ഗിസയിൽ നല്ല മാന്യമായുള്ള അന്തസ്സുള്ള ഒരു സ്ത്രീ അവർ. അതുകൊണ്ടാണല്ലോ ഇവിടെ കാല് പിടിച്ച് പിന്നാലെ ചെന്ന് പറയണത്. അല്ലാണ്ട് ഇപ്പോൾ ഗിസേലിന് ഞങ്ങളെ ബോധിപ്പിക്കാനോ പ്രേക്ഷകരെ ബോധിപ്പിക്കാനോ വോട്ട് കിട്ടാനോ അല്ലെങ്കിൽ ഇവിടെ സഹതാപം പിടിച്ചു വാങ്ങാനോ ഒന്നുമില്ല. നമ്മൾ ചെയ്യാത്തൊരു കാര്യം ഒരാൾ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്തായാലും മാനസികമായിട്ട് പ്രശ്നങ്ങൾ അത് തേട്ടി വരും. അതാണ് നമ്മൾ എല്ലാ മനുഷ്യൻ്റെ അതാണ്. എല്ലാവരും ഈ ചോരയിലല്ലേ നമ്മളൊക്കെ ഈ ഓടണത്. അതുകൊണ്ടാണ് കേട്ടോ, അത് നോക്കണ്ട. അപ്പോൾ ഇവൾക്ക് ചോരയല്ല എന്ന് പറഞ്ഞാൽ ഇവൾക്ക് കളിയും കാട്ട് നീലിയുടെ ചോരയാണ്. ഇപ്പോൾ ഈ നമ്മളെ ശൈത്യം പറഞ്ഞു കേട്ടില്ലേ, ഇവളെ പാവ പോലും കണ്ടന്റാന്ന് പറയണത്. ഇവളെ പാവയുടെ ഉള്ളിൽ ചാത്തണ്ട്. അതാണ് എൻ്റെ കാര്യം. ബിഗ് ബോസ് ഹൗസിലേക്ക് അടുത്ത സീസണിൽ എനിക്ക് പോകാൻ പറ്റുമോ നോക്കട്ടെ. ഞാനും പോയിട്ട് ഒരു ചാത്തനും കൈപ്പിടിച്ചൊരു ബൊമ്മയിലാക്കിയിട്ട് ഞാനും ചെല്ലാൻ പറ്റുമോ നോക്കട്ടെ. നമ്മളും ചിലപ്പോൾ കടത്തില്ല, വയസ്സുമറാക്കി കഴിഞ്ഞാലേ. അപ്പോൾ ഈ ചാത്തനും കൊണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു കപ്പ് അടിച്ച് 50 ലക്ഷം മേടിച്ച് നമുക്കിവിടെ പോരാം. എന്തായാലും ചാത്തന് നല്ല മാർക്കറ്റ് അപ്പുറത്തെ കാലത്തിട്ടാ. ഇനി അടുത്ത കാര്യം പറയാം. നമുക്ക് തൊപ്പിക്കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൊപ്പി ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് റിസ്ക്കുകളാണ്, ഒരുപാട് മയ്യനങ്ങണ ടാസ്ക്കാണ്. അതുപോലെ തന്നെ പല പവറുകൾ കിട്ടുന്നതാണ്. സൂപ്പർമാൻ പവറുകളൊക്കെ കിട്ടുന്ന കാര്യമാണ്. ഒരാഴ്ച വേണമെങ്കിൽ എൻ്റെ അതിൽ കിട്ടുന്ന ജയിക്കുന്ന ആൾക്ക് ഫാമിലിനെ കൊണ്ടുവന്ന് ഇവിടെ താമസിക്കാം, പലരും പുറത്താക്കാം, പലരെയും നോമിനേഷൻ ചെയ്യാം. അങ്ങനെ ഒരുപാട് 7ന്റെ പണിയാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത്. ശാരീരികമായിട്ട് കഴിവുള്ളവർ മാത്രം ഈ വക ടാസ്കിൽ പണിയെടുത്താൽ മതി. എന്തിനാണ് നമ്മുടെ രേണുവിനെയൊക്കെ കൊണ്ടുവന്നിട്ട് ഈ ടാസ്കിൽ ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത്? അതിനാരെങ്കിലും ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ അത് അപ്പം അതിൻ്റെ ജീവൻ പോകും. അപ്പോൾ അതിൻ്റെ ഇന്നലെ പിടിച്ച് അതിനൊന്നും ഈ ടാസ്ക് കളിക്കാനും പറ്റില്ല. അതൊക്കെ ക്യാമറ പോലെ എവിടെയെങ്കിലൊക്കെ നിൽക്കട്ടെ, അല്ലെങ്കിൽ ഗാലറിയിൽ നിന്ന് അത് കളി കാണട്ടെ. എന്തിനാണ് ഇതിനൊക്കെ വെറുതെ ഈ കഷ്ടപ്പെടുന്നത്? വെറുതെ വല്ല മരണത്തിന് നിങ്ങളൊക്കെ സാക്ഷി മരിക്കേണ്ടി വരും, നിങ്ങളൊക്കെ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. അതിനെങ്ങനെയുള്ള ടാസ്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കാറ്റാകെ ഒരു അരക്കാറ്റുള്ളൂ അതിൻ്റെ ശരീരത്തിലാകെ. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ അവിടുത്തെ ദോശ നിന്ന് അരക്കാറ്റും പോകാനായിട്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിനൊക്കെ പോയിട്ട് നിങ്ങൾ ടാസ്കിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെയൊക്കെ കളിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ജീവൻ പൂട്ടാ. അത് ശ്രുതി പോയവിടത്തേക്ക് പോകും. നിങ്ങൾ ചതിക്കല്ലേ, നിങ്ങൾ അതിനൊക്കെ മാറ്റി നിർത്ത്. ആ പാവ എവിടെയെങ്കിലും ഒതുങ്ങിയിരുന്ന് പാൻ നോക്കി അതവിടെ ഇരുന്ന് ജീവിച്ചോട്ടെ. അതിനെ 10 രൂപ കപ്പൊന്നും കിട്ടില്ല എന്ന് അതിന് വ്യക്തമായിട്ട് അറിയാന്നേ. കപ്പൊന്നും വേണ്ട, അത്രയും ദിവസം തള്ളി നീക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കാശ് കിട്ടി കഴിഞ്ഞാൽ കുടുംബത്ത് പോയിട്ട് അതൊരു സേവിങ് ആക്കി വെക്കാമല്ലോ എന്ന് മാത്രം അത് വിചാരിച്ചുള്ളൂ. അല്ലാണ്ട് നിങ്ങളവിടെ തല്ലുകൂടിയിട്ട് ഇവിടുന്ന് കപ്പ് കിട്ടില്ല എന്ന് അതിന് വ്യക്തമായിട്ട് അറിയാം. അപ്പം നിങ്ങൾ അതിനെ പിടിച്ച് പീച്ചല്ലേ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ അനീഷിന് എന്ത് പറ്റി? ഈ അനീഷ് എന്തിനാണ് ഈ വക അംഗങ്ങളൊക്കെ ചെയ്യുന്നത്? ഇവ ഒന്നുമില്ലെങ്കിൽ ഒരു തണ്ടും തടിയൊക്കെ ഉള്ള ആളല്ലേ. ഈ 2 ദോശ തിന്ന കാരണമാണോ പ്രശ്നം? ഇവൻ കമന്ന് കിടന്ന ആ തൊപ്പിയും വെച്ചിട്ട് എന്റെ തല്ലിക്കൊല്ലണേ, എന്റെ അമ്മയെ ഓടിവായോ, ബിഗ് ബോസ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നു ചോദിച്ചു. ഞാൻ വിചാരിച്ചു മോഹൻലാലിന് ലൊക്കേഷൻ ഓടി വരും അവൻ്റെ ഓളി കെട്ടുന്നത്. എന്തുട്ടവൻ കിടന്ന് ഈ കാണിക്കുന്നത്? ഇതാണോ ടാസ്ക്? ഇതാണോ കളി? അവൻ കിടന്ന് അള്ള പച്ചോനേ, എന്നെ പിടിച്ചോനേ, എന്നെ കൊല്ലുന്നേ, എനിക്ക് ശ്വാസം കിട്ടുന്നില്ലേ. അപ്പൊ ബിഗ് ബോസ് പറഞ്ഞു, ആ മനുഷ്യന് കുറച്ച് ശ്വാസം കൊടുക്ക്, അതിന്റെ മുകളിൽ നിന്ന് എല്ലാവരും ഒന്ന് എണീക്കുക, അതൊക്കെ അല്ലെങ്കിൽ ചത്തു പോകും, ലാസ്റ്റ് ഷോ നിർത്തേണ്ടി വരും, അതിനിത്തിരി വായു കൊടുക്ക് എന്ന് പറഞ്ഞു. അതോട് കൂടിയിട്ട് ഇവര് ദേഷ്യം വന്നിട്ട് എന്തുണ്ടായി, ആ പാവ ഷാനവാസിന്റെ കൈ കടിച്ചു പൊട്ടിച്ചു. ഈ പല്ലെന്ന് പറഞ്ഞ വിഷമുള്ള സാധനമാണ്. അതിപ്പോൾ മനുഷ്യന്റെ ആയാലും മൃഗത്തിന്റെ ആയാലും അത് സെപ്റ്റിക് ആവും. അപ്പോൾ അതുകൊണ്ട് വെറുതെ ആ പാവത്തിന്റെ കൈ കടിച്ചു പൊട്ടിച്ചു. അതിന്റെ ആ ഷാനവാസ് പറയുന്നത് എന്റെ കൈ കടിച്ചു പൊട്ടിച്ചു. ഇവൻ എന്ത് അതുപോലെ അപ്പാനി വന്നിട്ട് തന്തയ്ക്കും തലയ്ക്കല്ലാത്ത കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു. നീ എന്തിനാണ് അതൊക്കെ പണിക്ക് പറ്റില്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കുന്നത്? ഇതാണ് ടാസ്ക്. ഞങ്ങളും കൂടി ഇപ്പോൾ പറ്റില്ലടാ, നിന്നെയൊക്കെ വിശ്വസിച്ച് ഞങ്ങളൊരു പണി ഏൽപ്പിച്ചാൽ ഞങ്ങളൊക്കെ മണ്ടന്മാരായില്ലടാ. കുറെ പറയണ മിണ്ടണില്ല. മൂപ്പര നാവ് ഇറങ്ങിപ്പോയിന്നുണ്ട്. വായിൽ പഴം പൊഴിഞ്ഞു വെക്കുക, 2 മുട്ടയും കൂടി വെച്ച് കൊടുത്താൽ നല്ല അടിപൊളിയാവും. ഇങ്ങനെയുള്ള ഓരോ പരിപാടികൾ, ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും നമ്മൾക്ക് ഈ ബിഗ് ബോസിൽ കളിക്കാറില്ലെങ്കിൽ ഇങ്ങനെയൊന്നും വിടേണ്ട കാര്യമില്ല. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ
ജിഷൻ ഞാൻ ആദ്യമേ പറയുന്നുണ്ട്, ജിഷൻ ഒരു കൽപ്പന, അവ ഒരു അലമ്പന. അതുകൊണ്ടാണ് അവന് സീരിയലിൽ നിന്ന് തന്നെ അവനെ പലരും ഔട്ടാക്കാൻ കാരണം. അതുപോലെ തന്നെ അവൻ്റെ ഭാര്യ അവൻ ഇട്ടടിച്ച് പോകാൻ കാരണം ഒരു കളാവുണ്ട്. നമ്മൾ നമ്മുടെ തൃശ്ശൂരാണ് നമ്മുടെ അവൻ്റെ ഭാര്യ വീട്, നമ്മുടെ വീടിൻ്റെയൊക്കെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള അവൻ കണ്ണൂർ കല്യാണം കഴിച്ച് അതിൽ കുട്ടികളുണ്ട്, അവിടെ നിന്ന് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് വരതേനെ കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞ് വരതേനും വേണ്ടാന്ന് വെച്ചു. ഇപ്പോൾ ഏതോ ഒരു പെണ്ണിൻ്റെ കൂടെ നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, നമുക്കറിയില്ല. അതൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. ഇതൊക്കെ പറയണതെല്ലാം സത്യം, ബിഗ് ബോസിൽ പറഞ്ഞ പോലെ പറഞ്ഞതെല്ലാം സത്യമാവണമെന്നില്ല. അപ്പോൾ അവൻ വന്നപ്പോൾ ഇപ്പോൾ എന്തുണ്ടായി, ഇവൻ ഇപ്പോൾ അപ്കറും നെഞ്ഞെത്തിക്കും ഷാനവാസിന്റെ നെഞ്ഞെത്തിക്കേ കയറുന്നത്. ഷാനവാസും അപ്കറും ഇപ്പോൾ അണ്ണൻ തമ്പിയാണ്, അവരങ്ങനെ കളിക്കട്ടെ, കുഴപ്പമില്ല. ഈ ഷാനവാസ് എന്ന് പറഞ്ഞൊരു പാവം മനുഷ്യനാണ്. അതായത് ഈ പറഞ്ഞ പോലെ പല രോഗങ്ങളും വെച്ച് ഈ വക ഷോലൊക്കെ വരണമെങ്കിൽ അത്രത്തോളം കഷ്ടപ്പാട്, എത്രത്തോളം ബുദ്ധിമുട്ട് അവരുടെ കുടുംബത്തുണ്ട്. അവരൊരു കെടുക്കാനൊരു കൂര പോലും ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. കപ്പ് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോട്ടെ എന്നവനൊക്കെ. പക്ഷെ ഇവൻ ഇന്നലെ കൊതിത്തരങ്ങളെ പറയുള്ളൂ, തൊട്ടിത്തരങ്ങളെ പറയുള്ളൂ. അങ്ങനെയുള്ള ഒരാളാണ്. അവനൊക്കെ പനിപ്പര ടാക്സ് ഇതിൽ ഇവർ ഇവിടെ വന്ന വൈൽഡ് കാർഡുകൾ 5 പേരായിട്ട് കടത്തി വിട്ടു. 5 പേരെ കടത്തിയിട്ട് ബസർ അടിച്ചു കഴിഞ്ഞതിന് ശേഷം തന്നെ ഇവർ പുറത്ത് കടന്നത് മറ്റുള്ള 4 പേരും അംഗീകരിച്ചു. ഇവൻ അംഗീകരിക്കാൻ പറ്റില്ല. ഇവനൊരു എല്ല് കൂടുതലല്ലേ, ഒരു അര എല്ല് കൂടുതലുണ്ട്. ആ എല്ല് കാരണം വന്നിട്ട് ഞാൻ ഈ സാധനം ഞാൻ തരില്ല, ഇത് എൻ്റെ പേഴ്സണൽ സാധനമാണ്, ഞാനത് പൂജിച്ച് കൊണ്ടുവന്നു. ഇവനും ചാത്തന വെച്ച് കൊണ്ടുവന്നിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് ഡ്രസ്സിൽ, പൊതിയിൽ. അതുകൊണ്ടത് ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ നിൽക്കണം. എനിക്ക് സാധനം ഇല്ലാണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റില്ല, എൻ്റെ പേഴ്സണൽ സാധനമാണ്, എനിക്ക് അത്രയും വേണ്ടപ്പെട്ടതാണ്, ഞാൻ അത്രയും പാക്ക് ചെയ്ത് കൊണ്ടുവന്ന സാധനം ബിഗ് ബോസ് ഇപ്പോഴാണ് തരുന്നത്. ഇത് ഞാൻ ബസർ അടിച്ച് കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പുറത്ത് ചാടിയ വ്യക്തിയാണ്. എന്നെ ഇങ്ങനെ ഈ സാധനങ്ങൾ ഉള്ളി വയ്ക്കുന്ന പ്രശ്നങ്ങളേ ഇല്ല, ഞാൻ വെക്കില്ല എന്ന് പറഞ്ഞിട്ട് 3 എണ്ണം കെട്ടിപ്പിടിച്ചിട്ടിരിക്കുന്നത്. ആവശ്യം അപ്പർ വന്നിട്ട് അപ്പർ എന്തൊക്കെയാണെങ്കിലും ആണാണ്, നട്ടെല്ലുള്ള ആണാണ്. അവൻ അതിൽ നിന്ന് ഒരെണ്ണടുത്ത് വലിച്ചൊരൊറ്റ ദൂരം അറിയാം. പോട്ട പുല്ലുന്നുണ്ട്, ഇതിനുള്ളിൽ കൊണ്ട് കടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വലിച്ചെറിയും. ഇവൻ കുറെ കുസ്തി പിടിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പറൊന്ന് വെറുതെ ഒരു തള്ളു കളിയാൽ മതി, അത് അപ്പം ചുമച്ച് തുപ്പും. അങ്ങനത്തെ ഒരു സാധനം ഇവിടെ ഇവൻ ജിഷൻ. എന്നിട്ടും പിടിച്ചു നിൽക്കുക. അവർ 2 പേരാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ശത്രുക്കളായിട്ട് വരാൻ പോണത്. അത് കഴിഞ്ഞ് വീടിൻ്റെ അകത്തേക്ക് ഇത് കയറ്റാൻ നിൽക്കുമ്പോൾ പറഞ്ഞു, നടക്കില്ല മോനെ, ഇത് വീടിൻ്റെ അകത്തേക്ക് ഞാൻ കയറ്റില്ല, നീ ബിഗ് ബോസിനോട് ചോദിക്കുക. അപ്പോഴേക്കും ബിഗ് ബോസ് മനസ്സിലായത് സംഗതി പ്രശ്നം വഷളാവും എന്ന് മനസ്സിലായതോടുകൂടിയിട്ട് എല്ലാവരും വിളിച്ചിരുത്തി പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവിടെ ക്യാപ്റ്റൻ പറയണമെന്നാണ് അന്തിമ തീരുമാനം. ക്യാപ്റ്റൻ പറഞ്ഞത് എന്താണ്, ബസർ അടിച്ചതിന് ശേഷം നീ പുറത്ത് വന്നത്, കൊടുക്കുക ആ സാധനങ്ങളൊക്കെ നമ്മുടെ ഇവൻ്റെ കയ്യിൽ. അപ്പോൾ അവൻ്റെ കയ്യിൽ കൊടുത്ത് ആ ക്യാപ്റ്റൻ കൊണ്ടുപോയി അതൊക്കെ അതേ സ്ഥലത്ത് വെച്ചു. ഇത് 7ന്റെ പണിയെന്ന് എല്ലാവർക്കും അറിയാം. ഇവനിത് വിട്ടുകൊടുത്താൽ ഇതിൻ്റെ ഭവിഷ്യത്തുകൾ എന്താണെന്നുള്ളത് അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് എല്ലാം അറിയാം. ഇതിനു മുമ്പൊക്കെ ഒരു അപ്കർ പറയുന്നുണ്ട്, ഇതിനു മുമ്പൊക്കെ നമ്മൾ കളിക്കുമ്പോൾ നമ്മളെല്ലാവരും ഒന്നാടുന്നു. പക്ഷെ ഇപ്പോൾ ഇവർ ഒന്നല്ല, ഇപ്പോൾ ഇവർ നമ്മൾ 2. ഇത് ഇവന് വിട്ടുകൊടുത്താൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഈ പണി വരും. അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി നിന്നിട്ട് ഇവനെ ശരിപ്പെടുത്തണം എന്നാണ് പറയണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് ഇത് ഒരു ദിവസം കൊണ്ട് തീരുന്നല്ല ഈ തൊപ്പിക്കളി, ഇന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കളിയിൽ എല്ലാം പേടിച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ ഒരു കോമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശൈത്യം നമ്മുടെ ആതിരും വന്നിട്ട് നമ്മുടെ ഇവനോട് പറയുന്നുണ്ട്, നൂറിയും വന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ ഷാനവാസിക്ക, നാളെ ഞങ്ങളെ പിടിക്കല്ല കേട്ടാ, ഞങ്ങൾ കുറച്ച് ദിവസം കൂടി ഒന്നും ഇവിടെ നിന്നോട്ടെ, ഞങ്ങളെ പിടിച്ച് ഞങ്ങൾ ഔട്ടായി പോകും, അതുകൊണ്ട് ഞങ്ങളൊന്ന് വിട്ടുപിടിക്കി, ഞങ്ങൾ എന്താ വേണമെങ്കിൽ തരാം. കിച്ചണിൽ കയറാൻ വെച്ചാൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഭക്ഷണത്തിൻ്റെ ചിക്കൻ കറി വേണമെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് തരാം. അതുപോലെ തന്നെ ഞങ്ങൾക്ക് എന്ത് ഭക്ഷണം കിട്ടിയാലും, അതൊക്കെ ആപ്പിൾ കിട്ടിയാലും നാരങ്ങ കിട്ടിയാലും എല്ലാം ഞങ്ങളുടെ പങ്ക് ചേട്ടന് തരാം. അപ്പോൾ ചേട്ടനാച്ചാൽ നന്നായി ഭക്ഷണം കഴിക്കാമല്ലോ, ചേട്ടൻ്റെ റേഷൻ കൂടാണ്ട് ഞങ്ങളുടെ റേഷൻ കൂടി കിട്ടും. അപ്പോൾ ഷാനവാസ് ചെറുത്ത് പറഞ്ഞു, ഈ ചിക്കൻ കാലെന്ന് പറഞ്ഞാൽ ചെറിയ ചിക്കൻ കാലുണ്ട്, വലിയ ചിക്കൻ്റെ കഷ്ണമുണ്ട്, നിങ്ങൾ വലുതാണോ തന്നെ ചെറുതാണോ തന്നെ എന്ന് ചോദിച്ചോ. ഞങ്ങൾക്ക് വലുത് തന്നെ തരാൻ ചേട്ടാ, ഞങ്ങളെ പിടിക്കല്ല നാളെ. ഞങ്ങൾ കുറച്ച് നാളും കൂടി ഒരു 1.5 മണിക്കൂറോളം അവിടെ ഇരുന്നിട്ട് ഷാനവാസിൻ്റെ കാല് പിടിച്ചിട്ടുണ്ട്. എന്താണ് ഈ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതൊരു ഇപ്പോൾ ഈ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇനി പറഞ്ഞാൽ അങ്ങോട്ട് വളരെ വ്യത്യസ്തമായുള്ള കായികാധ്വാനമുള്ള ടാസ്കുകളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, അവിടെയുള്ള മത്സരാർത്ഥികൾ, നിങ്ങൾ ഒരു കളിയിലും ആ പാവം രേണുവിനെ കൂട്ടണ്ട. അതൊരു 2 കുട്ടികളുടെ അമ്മയാണ്, അത് അവിടുത്തെ എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടുകയെങ്കിൽ അതും കൊണ്ടുപോയിട്ട് ജീവിച്ചോട്ടെ. അതിന് നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ ആശുപത്രിയിലാക്കണ്ട. ഇപ്പം തന്നെ കളി കഴിഞ്ഞ് തലയിട്ട് വീണ വ്യക്തിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് കേട്ടിരിക്കാനും നേരം ഉണ്ടാവില്ല. എനിക്കത് പറഞ്ഞാൽ എൻ്റെ വായിലെ വെള്ളം പറ്റും ചെയ്യും. അധികം തന്നെ പറയണേ ഈ അനുവിനെ കുറിച്ചിട്ട്. അങ്ങനെ ഒരു പറഞ്ഞില്ലേ, ഒരു
വഴുവഴുപ്പൻ സാധനം. എവിടെ ചെന്നാലും കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി അവൾ ആരെ എന്തും പറയും. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. എന്തായാലും നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എന്തായാലും നാളെ അറിയാം. അതുവരെ നമുക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ.